ഹായ് നമസ്കാരം. അപ്പം നമ്മളെല്ലാവരും ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടോ? ബാഹുബലി സിനിമയിൽ ഒരു ക്യാരക്ടറുണ്ട്. ആളുടെ പേര് കട്ടപ്പ എന്നാണ്. അപ്പോൾ ആളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാഹുബലിയുടെ കൂടെ നടന്നിട്ട് പണി തരുന്ന ഒരു ക്യാരക്ടറാണ് കട്ടപ്പ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ലൈഫിലും കുറേ കട്ടപ്പന്മാരുണ്ട്. നമുക്കിട്ട് പണി തന്ന നല്ല നൈസ് പണി തന്നിട്ട് കുറേ കട്ടപ്പന്മാർ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവർ ചങ്കാണെന്നും പറഞ്ഞ് കൂടെ നടക്കും. എന്നിട്ട് നമ്മുടെ രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുത്തിട്ട് നമ്മുടെ നെഗറ്റീവ് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം പറഞ്ഞിട്ട് കൃത്യസമയം നോക്കി അവർ നമ്മുടെ പിന്നിൽ നിന്ന് കുത്തും. അങ്ങനെ വിശ്വസിച്ചവർ നമ്മളെ ചതിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സങ്കടം വരും, അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. അപ്പം നമ്മളെന്തിനാണ് അവരെ വിശ്വസിച്ചെന്ന് ഓർത്ത് നമ്മളിങ്ങനെ ഉരുകിത്തീരും, അല്ലെങ്കിൽ നമുക്ക് ഇനിയുള്ള ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മളെത്തും. അപ്പോൾ നമ്മളെ ഇനി തളർത്താൻ കട്ടപ്പിക്കാൻ കഴിയാത്ത ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ആൾക്കാരെ ഓർത്ത് അല്ലെങ്കിൽ ഈ കട്ടപ്പന്മാരെ ഓർത്ത് കരയാൻ നിൽക്കാതെ അവരുടെ ചതിയെ നമ്മുടെ വിജയത്തിനുള്ള ഇന്ധനമാക്കി മാറ്റാം. അപ്പോൾ ഒരാൾ നമ്മുടെ പുറകിൽ നിന്ന് സ്വാഭാവികമായിട്ട് കുത്തുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഉറപ്പിക്കാം, അത് വേറൊന്നുമല്ല, നമ്മൾ അവനേക്കാൾ ഒരുപാട് മുന്നിലാണ്. അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ടായിരിക്കുമല്ലോ അവർ നമ്മളെ കുത്തുന്നത്. അപ്പോൾ നമുക്ക് അവരെ അങ്ങ് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അതിൽ നമുക്ക് ശ്രദ്ധിച്ച് പോവാം, അല്ലെങ്കിൽ അതിൽ നമുക്ക് വിജയിക്കാം. അപ്പോൾ അങ്ങനെ നമ്മളെ തളർത്താൻ നോക്കിയവരുടെ മുന്നിലൂടെ നമ്മുടെ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് ഒരു രാജാവിനെ പോലെ നമ്മളിങ്ങനെ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നല്ലൊരിതാണ്. അന്ന് നമ്മളെ കുത്തിയവർ നമ്മുടെ വിജയത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ തലവണിച്ച് അങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ ശക്തമായിട്ട് തിരിച്ചു വരും. സോ കൂടെയുള്ള കട്ടപ്പന്മാരെ നമ്മൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് നല്ല കോൺഫിഡൻസോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതുപോലെ പണി കിട്ടിയ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ടാവും. നമുക്ക് അവരെ കൂടെ കൂട്ടിയിട്ട് ഒരുമിച്ച് അങ്ങ് പോകാം. ലെറ്റ്സ് ഗോ.